നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ എല്ലാവർക്കും അറിയാം. ഈ ലൈറ്റർ വെച്ചിട്ട് വിറകടുപ്പിൽ വിറക് കത്തിക്കാൻ പറ്റുമോ? പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇതൊരു കൗതുക ചോദ്യം മാത്രമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജനറലായിട്ട് ഇന്ധനങ്ങളെക്കുറിച്ചാണ്. ഫ്യൂവൽസ്. എന്താണ് ഇന്ധനങ്ങൾ? ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇന്ധന വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകം, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഇന്ധനം എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാക്കുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പടങ്ങൾ. എന്താണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. നമുക്ക് ആവശ്യത്തിന് പാചകത്തിനോ വണ്ടി ഓടിക്കാനോ അങ്ങനെ എന്തിനും ആയിക്കൊള്ളട്ടെ, നമുക്ക് എനർജിയുടെ സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക് ഏറ്റവും ലോക്കലായിട്ട് പെട്ടെന്ന് സംഘടിപ്പിക്കാവുന്ന ഒന്നാണെങ്കിൽ നമ്മൾ മറ്റ് പ്രോസസ്സ് ചെയ്യപ്പെട്ട രീതിയിൽ നമ്മൾ വാങ്ങുന്നതാണ് പാചകവാതകവും പെട്രോളും ഡീസലും ഒക്കെ. എന്തായാലും ഫ്യൂവൽസിന് കോമൺ ആയിട്ടുള്ളത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യാനുള്ള കഴിവ് ഈ മെറ്റീരിയൽസിനുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫ്യൂവൽസിനെ എനർജി സോഴ്സാക്കി മാറ്റുന്നത്. അടിസ്ഥാനപരമായിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഉൾപ്പെടുന്നത്. പൊതുവിൽ നമ്മൾ സ്ഥിരം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. അത് കെമിക്കൽ എനർജിയെ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രാസ ഊർജത്തെയാണ് ഒരു ഇന്ധനം ബേണിംഗ് അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. എന്താണ് ഈ റിലീസ് ചെയ്യുന്ന കെമിക്കൽ എനർജി? ആ ചോദ്യം കൂടെ ചോദിക്കുമ്പോഴാണ് ഈ കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽസിലേക്ക് എത്തും. അപ്പോൾ ഒരുപക്ഷെ പ്രപഞ്ചോൽപത്തി എന്ന വിഷയത്തിലേക്ക് വരെ നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്താണ് ഈ കെമിക്കൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, എല്ലാ പദാർത്ഥങ്ങളും കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോമ്പൗണ്ടുകൾ എന്താണ്? കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്നിലധികം എലമെൻറ്റ്സ് ചേർന്നുണ്ടാകുന്നവയാണ് കോമ്പൗണ്ടുകൾ. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ. മൂലകങ്ങൾ എന്താണപ്പോൾ? അത് ഒരേ തരം ആറ്റങ്ങളാൽ മാത്രം നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നൈട്രജൻ്റെ ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ആറ്റങ്ങൾ മാത്രം. കാർബണിൻ്റെ കട്ട, കാർബൺ ഒരു എലമെൻ്റാണ് എന്ന് വെച്ചാൽ അതിനകത്ത് കാർബൺ ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആറ്റങ്ങൾക്കാണ് അടിസ്ഥാനപരമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉള്ളത് അവിടെ. അതായത് നടുക്കൊരു ന്യൂക്ലിയസും ചുറ്റും ഇലക്ട്രോൺസും. അതാണ് ആറ്റങ്ങളുടെ അടിസ്ഥാന ഘടന. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള കണികകളും ന്യൂട്രോൺസ് എന്ന് വിളിക്കുന്ന ചാർജ് ഇല്ലാത്ത കണികകളും ഒരു ചെറിയ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഉണ്ടാവുക. ഈ അകത്തെ പ്രോട്ടോണുകൾക്കെല്ലാം കൂടി എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആറ്റങ്ങൾക്ക് സ്റ്റേബിളായി ന്യൂട്രൽ ആയിട്ടിരിക്കാൻ പറ്റും. അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ചാർജ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണുന്ന പോലെ ആറ്റങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അകത്തെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായ എണ്ണം ഇലക്ട്രോണുകൾ അതിന് ചുറ്റും ഉണ്ടാകും. അപ്പോഴും ഈ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയുണ്ട് എന്നുള്ളതിന് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ നമുക്കറിയാവുന്നത് 2 8 ഇലക്ട്രോണുകൾ ഏറ്റവും വെളിയിൽ നമ്മൾ വാലൻസി പൊസിഷൻ എന്ന് പറയും. അവിടെയുള്ള ആറ്റങ്ങൾക്കാണ് സ്ഥിരതയുള്ളത്. അത്തരം ആറ്റങ്ങൾ ഒറ്റ ആറ്റങ്ങളായിട്ടായിരിക്കും മൂലകങ്ങൾ കാണപ്പെടുക. അപ്പോൾ അവയെ പൊതുവിൽ ഗ്യാസ് എന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുക. കാരണം ആറ്റങ്ങൾ പരസ്പരം ചേരുകയും ഈ തന്മാത്രകൾ തമ്മിൽ പോലും ബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ മാത്രമേ ലിക്വിഡ് സ്റ്റേറ്റിലോ സോളിഡ് സ്റ്റേറ്റിലോ പദാർത്ഥത്തിന് ഇരിക്കാൻ പറ്റും. അപ്പോൾ ആറ്റങ്ങൾ തന്നെ സ്വന്തം നിലയിൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ന്യൂട്രലായിട്ട് വേറെ ആരുമായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവ സ്വാഭാവികമായിട്ടും ഗ്യാസസ് ആയിട്ട് അല്ലെങ്കിൽ വാതകാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരം മൂലകങ്ങളെ നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഹീലിയം, നിയോൺ, സെനോൺ എന്നൊക്കെ പറയുന്ന വാതകങ്ങളെ പൊതുവിൽ നമ്മൾ അങ്ങനെ കേൾക്കുന്നത് അവ സ്റ്റേബിൾ ആറ്റങ്ങളായതുകൊണ്ടാണ്. ബാക്കി എല്ലാ ആറ്റങ്ങൾക്കും കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും. അതിന് ഈ അവയുടെ ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് എല്ലാ ആറ്റങ്ങൾക്കും ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് തന്മാത്രകളായിട്ട് മാറുന്നത്. അങ്ങനെയാണ് തന്മാത്രകളിലൂടെ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്, സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംയുക്തങ്ങളാണ് നമ്മൾ ചുറ്റും കാണുന്ന ഈ പലതരം മെറ്റീരിയൽസിൻ്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ ഇവിടെ ഈ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകളാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വേറെ ആയിട്ട് ആറ്റങ്ങൾ നിൽക്കുമ്പോൾ ഉള്ളതിനപേക്ഷിച്ച് അവയ്ക്ക് കുറച്ചുകൂടി സ്ഥിരതയുണ്ട് തന്മാത്രകളാവുമ്പോൾ. അതുകൊണ്ടാണ് ഈ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് തന്മാത്രകളായിട്ട് മാറുന്നത്. ഇപ്പോൾ സോഡിയവും ക്ലോറിനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ സോഡിയം ആറ്റത്തിനോ ക്ലോറിൻ ആറ്റത്തിനോ ഇല്ലാത്ത സ്റ്റെബിലിറ്റി സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന തന്മാത്രയായിട്ട് മാറുമ്പോൾ അതിന് കിട്ടും.
അപ്പോൾ അതിന് ഒരു സ്ഥിരത കൂടുതൽ വരും. ഈ സ്ഥിരത വരുത്തുന്നതിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവയുടെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സോഡിയവും ക്ലോറിനും നമ്മൾ വേറെ വേറെ ആറ്റങ്ങളായിട്ട് നിൽക്കുന്നതായിട്ട് വിചാരിക്കുക. ഇവ പരസ്പരം ഒരു ധാരണയിലെത്തി ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇനേർട്ട് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് ഒക്കെ വിളിക്കുന്ന സ്ഥിരതയുള്ള എലമെൻസിനുള്ള ആ ഗുണം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആറ്റങ്ങൾ അടുത്തടുത്ത് വരണമല്ലോ. അപ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ നമുക്കറിയാം ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഉണ്ട്. രണ്ട് ആറ്റങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ വികർഷിക്കും, റിപ്പൽ ചെയ്യും, ന്യൂക്ലിയസുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. അതേസമയം ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിനെ മറ്റേ ആറ്റത്തിലെ ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു കോംപ്ലക്സ് ഇടപാടാണ് ഉള്ളത്. അപ്പോൾ ഇവ ഒരു പരിധിക്കപ്പുറം അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷൻ സ്ട്രോങ് ആവും. ഒരുപാട് ദൂരെ ആയിക്കഴിഞ്ഞാൽ ആറ്റങ്ങൾ വേറെ വേറെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള സ്റ്റെബിലിറ്റി കുറവുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക ദൂരത്തിൽ വന്ന് അപ്പുറവും ഇപ്പുറവും ഒരു പരസ്പര ധാരണയിലെത്തുന്ന ആ ദൂരത്തിൽ നിൽക്കുമ്പോഴാണ് ഇവയ്ക്ക് ഒരു സ്റ്റേബിൾ തന്മാത്രയായിട്ട് നിൽക്കാൻ സാധിക്കുക. അവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറവായിരിക്കുക എന്ന് നമ്മൾ പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് ഈ തന്മാത്രകൾക്കാകട്ടെ ആറ്റങ്ങൾക്കാകട്ടെ എപ്പോഴും അവയ്ക്ക് സ്ഥിരത ഉണ്ടാവുക. ഇനി എല്ലാ തന്മാത്രകൾക്കും ഇതുപോലെ ഒരുപോലെയല്ല ഈ സ്ഥിരത. ഇപ്പോൾ രണ്ട് തന്മാത്രകൾ അടുത്തടുത്ത് വരുമ്പോൾ ഇവയുടെ ആറ്റങ്ങളെ പരസ്പരം റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ഥിരതയുള്ള രണ്ട് പുതിയ തന്മാത്രകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവ പരസ്പരം അത് ചെയ്യും. അങ്ങനെ ആറ്റങ്ങൾ പരസ്പരം റീഅറേഞ്ച് ചെയ്യുന്ന ആ പ്രക്രിയയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഈ ഇന്ധനങ്ങളിൽ നിന്നും ഈ പറയുന്ന കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നത് എന്നതിലേക്കാണ്. അപ്പോൾ ഫ്യുവൽ എന്ന് ഒന്ന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, നമ്മൾ അങ്ങനെ വിളിക്കുന്ന മെറ്റീരിയൽ ഒരു രാസവസ്തുവാണ്. അതിനകത്തും മോളിക്യൂളുകളുണ്ട്. അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളത് ബേൺ ചെയ്യുന്നു എന്ന് പറയും. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് പുതിയ തന്മാത്രകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പുതിയ തന്മാത്രകൾക്ക് പൊട്ടൻഷ്യൽ എനർജി പിന്നെയും കുറവായിരിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ കുറവാണെന്ന് വെച്ചാൽ അർത്ഥം കുറച്ച് എനർജി പുറത്തേക്ക് പോകണം. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ ഈ ഇന്ധനത്തിൽ നിന്നും പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ കണക്കാക്കും. ഒന്ന് എക്സോതെർമിക് എന്നും മറ്റൊന്ന് എൻഡോതെർമിക് എന്നുമാണ് വിളിക്കുക. അതായത് രണ്ട് സെറ്റ് തന്മാത്രകൾ കൂട്ടിക്കലർന്ന് അല്ലെങ്കിൽ രണ്ട് സെറ്റ് കോമ്പൗണ്ടുകൾ കൂടിക്കലർന്ന് പുതിയൊരു സെറ്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഊർജം പുറത്തേക്ക് പോവുകയാണ്. അതായത് ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന തന്മാത്രകൾക്ക് പൊട്ടൻഷ്യൽ എനർജി കുറച്ചുകൂടി കുറവാണെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഊർജം പുറത്തേക്ക് പോകും. എന്നാൽ തിരിച്ചും സംഭവിക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ അകത്തേക്ക് എനർജി കൊടുക്കണം. ബാക്കി ഇനി കുറച്ചുകൂടി എനർജി കിട്ടേണ്ടതുണ്ടെങ്കിൽ ആ എനർജി പുറത്തേക്ക് നിന്ന് കൊടുക്കണം. അപ്പോൾ അത്തരം റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നത് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നാണ്. അകത്തേക്ക് ഊർജ്ജം കൊടുക്കേണ്ടത്. ഫ്യൂവൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ റിയാക്ഷൻ ബാധകമല്ല. നമുക്ക് എനർജി പുറത്തേക്ക് കിട്ടണം. അപ്പോൾ എക്സോതെർമിക്കായിട്ട് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമുക്ക് എനർജിയുടെ സോഴ്സായിട്ട് ഉപയോഗിക്കാം. ആ എനർജി നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് ഹീറ്റിൻ്റെ രൂപത്തിലോ ലൈറ്റിൻ്റെ രൂപത്തിലോ മോഷൻ്റെ രൂപത്തിലോ ആയിരിക്കും. മോഷൻ്റെ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു വാതകം സ്പീഡിൽ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും ആ ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു റോക്കറ്റിൽ അതിൻ്റെ പ്രൊപ്പലൻ്റ് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഒരു സ്പീഡിൻ്റെ രൂപത്തിൽ കൂടിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ പല രൂപത്തിൽ അകത്ത് തന്മാത്രകൾ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന കെമിക്കൽ എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ആ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് തന്മാത്രകളിൽ ആറ്റങ്ങൾ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ എനർജി എന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഊർജ്ജമാണ്. അപ്പോൾ കെമിക്കൽ എനർജി അടിസ്ഥാനപരമായിട്ട് തന്മാത്രകളുടെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്കതിനെ ഫ്യുവൽ ആയിട്ട് ആ മെറ്റീരിയലിന് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ രാസതന്മാത്രകൾക്കും രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വിടാൻ കഴിയുന്ന ഊർജ്ജം ഒരുപോലെയല്ല. അപ്പോൾ എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി ആ മെറ്റീരിയലിനുണ്ട്, ആ ബേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എത്രത്തോളം എനർജി പുറത്തേക്ക് വരും, ഇതിനനുസരിച്ചിട്ടാണ് അത് എത്രത്തോളം ഊർജ്ജം പുറത്തേക്ക് തരും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തടി കത്തുമ്പോൾ 1 കിലോഗ്രാം തടി കത്തുമ്പോൾ പുറത്തേക്ക് കിട്ടുന്ന ഊർജ്ജത്തെക്കാൾ വളരെ കൂടുതലാണ് 1 കിലോഗ്രാം കൽക്കരി കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ആ റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ബേണിംഗ് അല്ലെങ്കിൽ ജ്വലനം എന്ന് വിളിക്കുന്നത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വിടുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഓരോ മെറ്റീരിയലിനും ഓരോന്നാണ്. അതാണ് നമ്മൾ ഫോസിൽ ഫ്യൂലുകൾ ഇന്ന് നമ്മൾ അവയെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് നിർത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും പണ്ട് ചാർക്കോളും തടിയും ഒക്കെ കത്തിച്ചിരുന്ന സ്ഥാനത്ത് അന്ന് നമ്മൾ വളരെ കുറച്ച് എനർജിയെ ഇത്രയും സാധനം കത്തിച്ചാൽ കിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂലുകൾ കണ്ടെത്തുന്നത്. അതോടുകൂടി ഈ പിക്ചർ മാറുകയാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ
മനുഷ്യൻ ഇന്ധനങ്ങളിലൂടെ ഊർജ്ജം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂലുകൾ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെമിസ്ട്രി പാർട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അതായത് അടിസ്ഥാനപരമായിട്ട് ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂളായിട്ട് മാറുമ്പോൾ അവയുടെ ഊർജ്ജം കുറച്ച് റിലീസ് ചെയ്തിട്ടാണ് ഒരു കെമിക്കൽ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു തന്മാത്രയായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാ തന്മാത്രകൾക്കും ഒരുപോലെ അല്ല ഈ ഊർജ്ജം. അപ്പോൾ എനർജി റിലീസ് ചെയ്തിട്ടാണ് ഒരു തന്മാത്ര ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തന്മാത്രയെ ബ്രേക്ക് ചെയ്ത് ആറ്റങ്ങളാക്കി മാറ്റണമെങ്കിൽ എനർജി അതിനകത്തേക്ക് കൊടുക്കണം. അപ്പോൾ രണ്ട് വ്യത്യസ്ത തന്മാത്രകൾ പരസ്പരം കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിലവിലുള്ള കെമിക്കൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യണം, പുതിയ ബോണ്ടുകൾ ഉണ്ടാക്കണം. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് എനർജി അങ്ങോട്ട് കൊടുക്കണം, പുതിയ ബോണ്ട് ഉണ്ടാകുമ്പോൾ കുറച്ച് എനർജി ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ബോണ്ട് ബ്രേക്കിംഗ് ആണോ ബോണ്ട് ഫോർമേഷൻ ആണോ കൂടുതൽ എനർജി ഉള്ളത് എന്നതിനനുസരിച്ചിട്ടാണ് ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് എനർജി പുറത്തേക്ക് കിട്ടുകയാണോ അകത്തേക്ക് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വസ്തുക്കളുടെ കെമിക്കൽ കോമ്പോസിഷൻ മാറുമ്പോൾ ആ ബേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയയുടെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന ഊർജ്ജത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ തടിക്കും ഫോസിൽ ഫ്യൂവൽസിനും ഒരുപോലെ അല്ല ഇത്. ഫോസിൽ ഫ്യൂവൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ വഴിയിൽ പതിയെ അക്വയർ ചെയ്ത ഊർജ്ജമൊക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ കെമിസ്ട്രിയുടെ കണ്ണിലൂടെ കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോസസ്സാണ് അവിടെ ഉണ്ടാവുക. നമ്മൾ പൊതുവിൽ ബേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തിന് ഇവിടെയുള്ള പ്രസക്തി ഈ എനർജി റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾക്ക് ഒരു കോമൺ ഏജൻ്റായിട്ടാണ് ഓക്സിജൻ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ തന്നെ അവിടെ വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റോക്കറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊപ്പലൻസ് എന്ന് വിളിക്കുന്ന തരം ഇന്ധനങ്ങളുണ്ട്. അവിടെ റോക്കറ്റ്സ് അന്തരീക്ഷത്തിന് വെളിയിലേക്ക് പോകേണ്ടവയാണ്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ അവിടെ ഈ ബേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ രീതിയിൽ വിറകൊക്കെ കത്തിക്കുകയോ പെട്രോൾ കത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഓക്സിജൻ അവൈലബിൾ ആണ്. അതിനെ അങ്ങ് ഉപയോഗിച്ചാൽ മാത്രം മതി. നമുക്കറിയാമല്ലോ, നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ എയർ ഫിൽറ്ററൊക്കെ വെച്ച് അകത്തേക്ക് എയർ എടുത്തിട്ട് അതാണ് ഫ്യൂലുമായിട്ട് മിക്സ് ചെയ്ത് ബേണിംഗ് സാധ്യമാക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ആ എയർ അകത്തേക്ക് എടുക്കുമ്പോൾ എയറിൻ്റെ അകത്തുള്ള ബാക്കി പൊടിപടലങ്ങളെയൊക്കെ മാറ്റണം എന്നേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ റോക്കറ്റിൽ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ റോക്കറ്റിലെ ഫ്യൂവലിനെ നമ്മൾ പ്രൊപ്പലൻ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതുപോലെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ ഡിപ്പെൻഡ് ചെയ്തല്ല കത്തുന്നത്. ഇപ്പം മറ്റ് പെർക്ലോറൈഡ്സ് എന്നൊക്കെ വിളിക്കുന്ന തരം കോമ്പൗണ്ടുകൾ, ഹൈഡ്രസീൻ എന്നൊക്കെ വിളിക്കുന്ന കോമ്പൗണ്ടുകൾ, ഇങ്ങനെ മറ്റ് പല വസ്തുക്കളുമാണ് അവിടെ ആ കെമിക്കൽ റിയാക്ഷനിൽ ഈ പ്രത്യേക റോള്. ഓക്സിജൻ സാധാരണ ജ്വലനത്തിൽ ഓക്സിജൻ നിർവഹിക്കുന്ന റോള് മറ്റ് പല രാസവസ്തുക്കളെയും കൊണ്ടാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റോക്കറ്റിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നതിന് പകരം റോക്കറ്റിൻ്റെ പ്രൊപ്പലൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കെമിസ്ട്രിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ കൂടെ വരണം, ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു കെമിക്കൽ എനർജി അല്ല റിലീസ് ചെയ്യുന്നത്. പിന്നെന്താണ് റിലീസ് ചെയ്യുന്നത്? ഈ കെമിക്കൽ എനർജി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്ക് കൂടി എടുത്ത് പറയണം, അത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതായത് ആറ്റങ്ങളിലെ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ തുടങ്ങിയ കണങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഏജൻറ്റ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമാണ് ആ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. ഏതുതരം ഫോഴ്സ് ആയാലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകൾക്കിടയിൽ ഇങ്ങനൊരു പൊട്ടൻഷ്യലിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഭൂമിയും മറ്റൊരു വസ്തുവും തമ്മിലുള്ള ആകർഷണത്തിനിടയ്ക്ക് ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. ആ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് നമ്മൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. ആറ്റങ്ങൾക്കിടയിലുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസാണ്. എന്നാൽ ന്യൂക്ലിയസിൻ്റെ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും പരസ്പരം അടുപ്പിച്ച് നിർത്തുന്ന മറ്റൊരു ബലമുണ്ട്. അതിനെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ അപേക്ഷിച്ച് പല മടങ്ങ് സ്ട്രോങ്ങറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയും അത്രയും വലിയ അളവിലുള്ളവയാണ്. അപ്പോൾ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ വേർതിരിക്കണമെങ്കിലും നമുക്ക് അകത്തേക്ക് വലിയ ഊർജ്ജം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്ന് ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ എനർജി പുറത്തേക്ക് വരികയും ചെയ്യും. അത് ന്യൂക്ലിയർ എനർജി എന്നാണ് വിളിക്കുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ഒരു പ്രത്യേക ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് മറ്റൊരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് സ്റ്റെബിലിറ്റി കൂടുതലോ കുറവോ ആകാം. അതായത് ആ ന്യൂക്ലിയസ് ഫോം ചെയ്യാൻ എത്ര ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എനർജി റിലീസ് ചെയ്തിട്ടാണ് ഈ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയസ് ആയിട്ട് മാറിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്. പൊതുവിൽ വലിയ ആറ്റങ്ങൾക്കും തീരെ ചെറിയ ആറ്റങ്ങൾക്കും സ്റ്റെബിലിറ്റി കുറവാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത്
ഇരുമ്പിൻ്റേതാണ്. അയൺ ആറ്റമാണ് ഏറ്റവും സ്റ്റേബിൾ. അതിനേക്കാൾ ചെറുതും അതിനേക്കാൾ വലുതുമായിട്ടുള്ള ആറ്റങ്ങൾക്ക് സ്ഥിരത കുറയും. ഇപ്പോൾ ഉദാഹരണത്തിന് യുറേനിയം, പ്ലൂട്ടോണിയം എന്നൊക്കെ പറയുന്ന വലിയ ന്യൂക്ലിയസുകൾക്ക് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി അവയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് വലിയ ന്യൂക്ലിയസുകൾക്ക് പതിയെ വിഘടിച്ച് ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറുക, അല്ലെങ്കിൽ ചെറിയ ന്യൂക്ലിയസുകൾക്ക് പരസ്പരം കമ്പൈൻ ചെയ്ത് വലിയ ന്യൂക്ലിയസായിട്ട് മാറുക. ഹൈഡ്രജൻ പോലുള്ള വളരെ ചെറിയ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്ക് പരസ്പരം കമ്പൈൻ ചെയ്ത് ഹീലിയമായിട്ട് മാറുമ്പോൾ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്ത്, അതായത് ഹീലിയം ന്യൂക്ലിയസിന് ഹൈഡ്രജൻ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ന്യൂക്ലിയസുകളുടെ സ്ഥിരതയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒറ്റ ഹീലിയം ന്യൂക്ലിയസിന് സ്ഥിരത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജന് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ട്, അതൊരു കെമിക്കൽ റിയാക്ഷൻ അല്ല, അതൊരു ന്യൂക്ലിയർ റിയാക്ഷനാണ്. അതിൻ്റെ ഫലമായിട്ട് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത് കൂടുതൽ എനർജി സ്ഥിരത കൈവരിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. എന്നാൽ അതേസമയം പ്ലൂട്ടോണിയമോ നെപ്റ്റ്യൂണിയമോ അല്ലെങ്കിൽ യുറേനിയമോ പോലുള്ള വലിയ ന്യൂക്ലിയസുകൾക്ക് വിഘടിച്ച് 2 ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറുമ്പോഴാണ് സ്ഥിരത കൂടുതൽ കിട്ടുക. അതിന് ന്യൂക്ലിയർ ഫിഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇത് രണ്ടും വലിയ അളവിലുള്ള ഊർജ്ജ സ്രോതസ്സാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രപഞ്ചോൽപത്തി മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നതിൻ്റെ കൗതുകം വരുന്നത്. അപ്പോൾ അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കൽ എനർജിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തന്മാത്രകൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. തന്മാത്രകൾ തമ്മിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാവണം. കാരണം സ്റ്റേബിളായിട്ടുള്ള ആറ്റങ്ങളാണ് തന്മാത്രകൾ ഉണ്ടാക്കുന്നത്. ഈ ആറ്റങ്ങൾ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ തന്നെ സ്റ്റേബിളായിട്ടുള്ള ന്യൂക്ലിയസുകളാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രപഞ്ചോൽപത്തിയിൽ മുതൽ ഇങ്ങോട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസുകളുടെ ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് സബാറ്റമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോണുകളും പ്രോട്ടോണുകളും കമ്പൈൻ ചെയ്ത്, അതും ഒരു തരത്തിലൊരു ഫ്യൂഷൻ റിയാക്ഷനാണ്. അവ കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ആ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും ഇലക്ട്രോണുകൾ ട്രാപ്പ് ചെയ്യപ്പെട്ടാണ് ആദ്യത്തെ ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. പ്രപഞ്ചം ഉണ്ടായി 4 ലക്ഷത്തോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമേ ഉള്ളൂ കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി അവ കമ്പൈൻ ചെയ്ത് തന്മാത്രകൾ ഉണ്ടാകുന്ന കഥ വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിൻ്റെ ഫോർമേഷനാണ് കൂടുതൽ ഊർജ്ജം ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയധികം എനർജി നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ 2 തന്മാത്രകൾ കമ്പൈൻ ചെയ്ത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ഊർജ്ജം പുറത്തേക്ക് വിടുന്നത്, അതുപോലെ തന്നെയാണ് സ്ഥിരത കുറഞ്ഞ ന്യൂക്ലിയസുകളിൽ നിന്നും സ്ഥിരത കൂടിയ ന്യൂക്ലിയസുകൾ ഉണ്ടാകുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഉൾപ്പെടുന്ന ഊർജ്ജം വലിയ അളവ് വ്യത്യാസം ഉണ്ടാകും എന്നേ ഉള്ളൂ. ഇപ്പോൾ 1 കിലോഗ്രാം കൽക്കരി കത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് 30 മെഗാജൂൾ ഊർജ്ജമാണെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം യുറേനിയത്തിൻ്റെ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്നത് 8 കോടി മെഗാജൂളാണ്. അതായത് 30 വേഴ്സസ് 8 കോടി, എത്ര വ്യത്യാസമുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ പൊതുവിൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളുടെയൊക്കെ പടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതവിടെ ഉൾപ്പെടുന്ന ഹീറ്റ് എനർജിയൊക്കെ പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുക പോലുള്ള എഞ്ചിനീയറിംഗ് ചലഞ്ചസ് ഫേസ് ചെയ്യാനാണ് ഇത്രയും വലിയ കൺസ്ട്രക്ഷൻസ് നമുക്ക് വേണ്ടി വരുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിറകോ കൽക്കരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ബൾക്ക് എമൗണ്ടിലാണ് ഇത് ഉപയോഗിക്കുന്നത് കാണുന്നത്. പക്ഷേ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പാരസെറ്റമോൾ ഗുളികയുടെ വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അത്രയും ഡെൻസ് എനർജിയാണ് അതിനകത്തുള്ളത്. അത് അത്രയും മതി ഫ്യൂവൽ എന്ന അളവിൽ. അപ്പോൾ ഇനി ആ പഴയ ചോദ്യത്തിലൂടെ കടന്നു പോയിട്ട് വേണം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ ഉപയോഗിച്ച് വിറക് കത്തിക്കാൻ പറ്റാത്തത്? നമ്മൾ വിറക് കത്തുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ കമ്പസ്റ്റൺ അല്ലെങ്കിൽ ബേണിംഗ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഉൾപ്പെടുന്നത് ഈ നമ്മൾ കാണുന്ന ആ സോളിഡ് വുഡല്ല, മറിച്ച് ആ വുഡ് ചൂടാകുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന കുറച്ചുകൂടി എളുപ്പത്തിൽ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ കഴിയുന്ന ചില വാതകങ്ങളാണ് ഈ ബേണിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആദ്യം ആ തടിയിൽ നിന്നും ഈ വാതകങ്ങളെ നമുക്ക് റിലീസ് ചെയ്യണം. അതിന് നമ്മൾ കുറച്ച് അതിനെ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ചെറിയ സ്പാർക്ക് പോരാ. പക്ഷേ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കുമ്പോൾ നേരിട്ട് ആ വാതകമാണ് ബേണിംഗ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിന് ഒരു സ്പാർക്ക് മതി. പിന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന ആ ബേണിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഊർജ്ജത്തിൽ ആ ബേണിംഗ് പ്രോസസ്സ് കൂടുതൽ വാതകത്തിന് കത്താനുള്ള ഊർജ്ജമായിട്ട് മാറിക്കൊള്ളും. പക്ഷേ വിറകിൽ നമ്മൾ കുറച്ചധികം ഒരു 300-400 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് ഇതിനെ ചൂടാക്കിയാൽ മാത്രമേ ബേണിങ്ങിന് പറ്റിയ വാതകങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നേരിട്ട് അതിൽ ഉൾപ്പെടുന്ന സെല്ലുലോസോ ലിഗ്നിനോ പോലുള്ള തന്മാത്രകൾക്ക് നേരിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കത്തുന്ന എന്തെങ്കിലും സാധനം വെച്ച് വിറകിനെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതിനാണ് നമ്മൾ പലപ്പോഴും മണ്ണെണ്ണോ പെട്രോളോ ഒക്കെ അല്പം ഒന്ന് ചാലിച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ബേണിങ്ങിലൂടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കൊണ്ട് ഈ വുഡ് ചൂടാവും.
അപ്പോൾ വുഡിൽ നിന്നും പെട്ടെന്ന് കത്താൻ സഹായിക്കുന്ന വോളട്ടൈൽ ആയിട്ടുള്ള വാതകങ്ങൾ റിലീസ് ചെയ്യപ്പെടും. പിന്നെ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് കത്തിക്കൊള്ളും. അവിടെ നിന്നുണ്ടാകുന്ന ഊർജ്ജത്തിൽ ഈ ബേണിംഗ് പ്രോസസ്സ് സസ്റ്റെയിൻ ചെയ്തുകൊള്ളും. അങ്ങനെയാണ് തീ എന്ന് പറഞ്ഞ കത്തൽ എന്ന് പറഞ്ഞ പ്രക്രിയ സ്വയം നിലനിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.